അല്ലെ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറെ പേരിങ്ങ് വരുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, ഇടിക്കുന്നു, സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്ത് മാജിക് ആണ് ചെയ്തത് പറയൂ? നമ്മളത് മാജിക് എന്നൊക്കെ പറയാൻ എന്തോ മാജിക് നിങ്ങൾ ചെയ്തു. ഒന്നുമില്ല, എല്ലാവരുടെയും ആഗ്രഹം ഒന്നായിരുന്നു സിനിമ ചെയ്യാ, അത് വിജയിക്കണം എന്നുള്ളത്. എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് വന്നത്? ഓഡിഷൻ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഓഡിഷൻ ത്രൂ ആണ് വന്നത്. അപ്പൊ ഫസ്റ്റ് ഓഡിഷനിൽ തന്നെ സെലക്ട് ആയോ? 8 or 9 ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അതുവരെ അവര് ഹോൾഡ് ചെയ്തു. അത് ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ അത് ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പനമ്പള്ളിയില് ഡോണറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഓഡിഷന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയി ഞാൻ അവിടെ. അപ്പോൾ ഡിജോ ലാസ്റ്റ് 7, 8 ആ ടൈമിലായിട്ടാണ് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് ഡിജോ എന്നിട്ട് പറഞ്ഞു അതെ ലേറ്റ് ആയാൽ പറ്റില്ല. അല്ല ഞാൻ പറഞ്ഞു ജോലിയുണ്ട് അതുകൊണ്ടാണ്, അത് ലേറ്റായ അല്ല ഇതിൽ തരാൻ പോണത് മെയിൻ ഒരു സാധനമാണ്. അപ്പം നീ അങ്ങനെ ലേറ്റ് ആവാൻ പറ്റില്ല, നിനക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് സീരിയസ് ആവണം, കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കണം. അപ്പോഴാണ് ഓക്കെ ഞാനാണോ മീൻ. ഞാൻ വേഗം ഫോൺ എടുത്ത് അപ്പം തന്നെ വിളിച്ച് നേരെ അതെ ജോലി വേണ്ട, എനിക്ക് ജോലി വേണ്ട, അങ്ങനെയായിരുന്നു അതിന്റെ ഓഡിഷൻ. പക്ഷെ രസമായിരുന്നിരിക്കുമല്ലോ കോളേജിലൊക്കെ. ഭയങ്കര രസമാണ്. അതിനുശേഷം കുറെ കോളേജ് പെൺപിള്ളേര് എന്ത് പറയുന്നുണ്ടായിരുന്നു? ധ്രുവേട്ട ഐ ലവ് യു, ഐ മിസ് യു അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറെ ഇൻസ്റ്റഗ്രാമില് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? രജിഷയ്ക്ക് ഭയങ്കര പുച്ഛമല്ല, എനിക്ക് മറ്റേ അത് പറഞ്ഞ രീതി കേട്ടോ ഞാൻ ചിരിച്ചു. ഓ എന്റെ വാക്ചാതുര്യം കേട്ട് ചിരിച്ചു പോയതാണല്ലോ. ഓക്കെ. എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ടായിരുന്നോ? മെസ്സേജ് ഒക്കെ വരാറുണ്ട്. ഇപ്പോഴും വരാറുണ്ട്.